അഖിലു റിബ, പലിശ തീറ്റക്ക്. പലിശ നമുക്കൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. ഹറാമായ സമ്പാദ്യം നമ്മളെ മുച്ചൂട് നശിപ്പിച്ചു കളയും. നമ്മുടെ ജീവിതത്തിലെ ബർക്കത്തങ്ങ് പോകും. പലിശക്കാരോടും അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹ് യുദ്ധം പ്രഖ്യാപിച്ചു എന്നൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇമാമുമാർ രേഖപ്പെടുത്തി അയാളുടെ മരണം മോശമാകുമെന്നാണ്. പല ന്യായീകരണങ്ങളുമായി പലിശ ഇടപാടുകളിൽ നടത്തുന്നവരുണ്ട്. അതൊന്നും നമുക്ക് പറ്റില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരാൾക്ക് കടം കൊടുത്തു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കടം കൊടുത്ത ആൾ തിരിച്ചു തരേണ്ട ഡേറ്റായി. തിരിച്ചു തരേണ്ട ഡേറ്റ് ആയിട്ടും കിട്ടാത്തപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അയാളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി. തിരിച്ചടക്കേണ്ട ആൾ മനസ്സിലായി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട് എന്ന്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവോട് ഇയാൾ പറഞ്ഞു, നിങ്ങളെന്താ വെയിൽ കൊണ്ട് മുറ്റത്ത് നിൽക്കണത്, കയറി വരൂ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ടല്ലോ, നിങ്ങൾ വെയിലത്ത് തന്നെ നിൽക്കണത്, ഞാൻ ക്യാഷ് തിരിച്ചു തരാം, അത് മതി, അത് തന്നാൽ മതി. പിന്നെന്താ വെയിലത്ത് നിൽക്കണത്? അല്ലെ, ഞാൻ നിങ്ങൾക്ക് 10,000 ദിർഹം, ഉദാഹരണം 10,000 ദിർഹമല്ലേ തന്നത്, അത് തിരിച്ചങ്ങനെ തന്നെ തരുമല്ലോ അല്ലേ? അതെ, 10,000 ദിർഹം തന്നെ, അതെ, അത് മതി. അത് മതി മീൻസ് അല്ല, അതിൻ്റെ കൂടെ നിങ്ങളുടെ വീടിൻ്റെ തണൽ കൂടി ഞാൻ അനുഭവിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പണം തന്നു, ആ പണം തിരിച്ചു തരുമ്പോൾ പ്ലസ് ഒരു തണൽ കൂടി ആവൂലേ, അപ്പോൾ പലിശ ആവുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ വെയിൽ കൊള്ളണത്. കൊല്ലു കർലിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. കടം കൊടുത്തിട്ട് ലാഭം കൊയ്യുന്ന പരിപാടിയൊക്കെ പലിശയാണല്ലോ, ഞാൻ ഈ വെയിലത്ത് നിന്നോളാം. മാസാമാസം ക്യാഷ് അടച്ച് പണിക്കൂലിയില്ല എന്ന ലാഭമൊക്കെ വാങ്ങുന്ന പല ഇടപാടുകളും ഉണ്ടാവും. ഫർണിച്ചർ ഷോപ്പുകാരും ജ്വല്ലറിക്കാരൊക്കെ ഷോപ്പ് നടത്തുന്ന സമയത്ത്, പല സ്കീമുകളും പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മൾ മസ്അല അറിയുന്നവരോട് ചോദിച്ചിട്ടല്ലാതെ ഈ വിഷയത്തിലൊന്നും ഇടപെടരുത്. മഹാനായ ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഒരു അനുഭവം പറയുന്നുണ്ട്. റമളാനിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന 27-ാം രാവിൽ തൻ്റെ വാപ്പാൻ്റെ ഖബർ സിയാറത്തിന് പോയപ്പോൾ അവിടെ ഖബറിൻ്റെ അടുത്തുനിന്ന് ഖുർആൻ ഓതി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ഖബറിൽ നിന്ന്, കുറച്ചപ്പുറത്തുള്ള ഖബറിൽ നിന്ന് ഭീകരമായൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ലൈലത്തുൽ ഖദർ കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാത്രി പോലും ശിക്ഷ അനുഭവിക്കുന്ന ആളാരായിരിക്കും? ആ ഖബർ നോട്ട് ചെയ്തു. പിന്നീട് തല നരച്ചവരോടൊക്കെ ആ ഖബറിൽ അടക്കപ്പെട്ട ആൾ ആരാണെന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ്. അയാൾ പലിശക്ക് കൊടുക്കുന്ന ആളായിരുന്നു. പലിശ ഭയങ്കര തെറ്റാണ്.